പാലക്കുഴി വെള്ളച്ചാട്ടത്തിൽ വീണ യുവാവിനെ ധീരമായി രക്ഷിച്ചവരെ പാലക്കുഴി പ്രതിഭ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കോയമ്പത്തൂർ സ്വദേശികളായ സംഘം അപകടത്തിൽപ്പെട്ടത്. ഇവരിലെ പാറക്കെട്ടിൽ കുടുങ്ങിയ 30-കാരനെയാണ് പാലക്കുഴി സ്വദേശികൾ ചേർന്ന് അതിസാഹസികമായി രക്ഷിച്ചത്. പാലക്കുഴി ഡാം പരിസരത്ത് നടന്ന ചടങ്ങിലാണ് രക്ഷാപ്രവർത്തകർക്ക് ആദരം നൽകിയത്. ജോജോ, സെബാസ്റ്റ്യൻ, തോമസ് ബേസിൽ, വേണു ചെറുപ്ലാക്കൽ, ഫ്രാൻസിസ് ഇല്ലിക്കൽ എന്നിവരെയാണ് ആദരിച്ചത്. വിനോദസഞ്ചാരിയെ ചകിരിവടത്തിലൂടെ കുതിച്ചുപായുന്ന വെള്ളച്ചാട്ടത്തിലിറങ്ങിയാണ് ഇവർ സാഹസികമായി രക്ഷപ്പെടുത്തിയത്. MLA TM ശശി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഏത് പ്രതിസന്ധികളും താങ്ങും തണലും അല്ലെങ്കിൽ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ സഹായകരമായി ഇനി ഫോറസ്റ്റും അല്ലെങ്കിൽ ഫയർഫോഴ്സും എല്ലാം സാധാരണഗതിയിൽ അവരെ കഴിയാവുന്ന രീതിയിലൊക്കെ ചെയ്യുമ്പോഴും അവരൊക്കെ നേതൃത്വം കൊടുക്കാൻ സഹായിക്കാൻ ഇതുപോലെ ജോജോനെ പോലെ സെബാസ്റ്റിനെ പോലെ ഉള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ നാട്ടുകാർ. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ ഉണ്ടായ സാഹചര്യമൊക്കെ ഇവിടെ പോപ്പി പറഞ്ഞു. വിവരം എനിക്കും ആദ്യം ഒരു പരാതി ഉണ്ടായിരുന്നു, കലാട്ടം പറഞ്ഞ പോലെ. ഞാനും അറിഞ്ഞില്ല. PP സമൂഹ MLA PA വിളിച്ച് വിവരം പറഞ്ഞിട്ടാണ് 3:30 വിവരം എനിക്ക് കിട്ടുന്നത്. ഫോൺ നോക്കാൻ പറ്റുന്ന സ്ഥിതിയിലായിരുന്നില്ല. പിന്നെ പ്രോഗ്രാം കഴിഞ്ഞ് 4:15 ഞാൻ പോപ്പി ഒരു 2-3 വട്ടം വിളിച്ചു. ഒരു 5 മണിയാകുമ്പോഴേക്കും എനിക്ക് ഇവിടെ എത്താൻ പറ്റും, ഞാൻ എത്തിക്കോട്ടെ. അപ്പോൾ 5 മണിയാകുമ്പോഴേക്കും ഏറെ കുറെ കഴിയും. പിന്നെ ഇപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വേണ്ടി ഇങ്ങോട്ട് എത്തണ്ട എന്ന് അറിയിച്ചുകൊണ്ടാണ് പിന്നെ ആ സമയത്ത് എത്താതായത്. എന്തായാലും പിന്നീട് വിവരങ്ങൾ അറിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. ഇങ്ങനൊരു പ്രതിസന്ധി വന്നപ്പോൾ ആ പ്രതിസന്ധിയിൽ നമുക്ക് എന്താ, അതുകൊണ്ട് ഇപ്പോൾ ഒരു ജീവൻ തിരിച്ചു കിട്ടും. ജീവൻ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ. ഒരു ജീവൻ തിരിച്ചു കിട്ടി. സമയബന്ധിതമായി ഇടപെട്ടതുകൊണ്ട് ഒരു ബോഡി തിരിച്ചു കിട്ടി. ബോഡി തിരിച്ചു കിട്ടിയിട്ടുണ്ടാകുന്ന പ്രശ്നം അതും അതിനേക്കാളേറെ സങ്കീർണമാണ്. ഇങ്ങനെ നാടിൽ ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ സഹായിക്കാൻ ഇടപെടുന്ന മനസ്സ് തന്നെയാണ് ശാരീരികമായി അതിനുള്ള കഴിവുണ്ടാകുമ്പോൾ മനസ്സ് അനുസരിച്ച് ഇടപെടുമ്പോൾ നാട് മുഴുവൻ അവരെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ആദരിക്കുകയും ചെയ്യണം. നമ്മുടെ കടമ അത് തന്നെയാണ്. ആ കടമയാണ് ഇപ്പോൾ വായനശാല ഇവിടെ ഏറ്റെടുക്കുന്നത്. ഒത്തിരി പേരുണ്ട്. ഞങ്ങൾ 2 പേരെ ഇങ്ങനെ 4 പേരെ ഞങ്ങൾ പെട്ടെന്ന് കരുതിയത്. കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാധരൻ മുഖ്യപ്രഭാഷണം നടത്തി. ലൈബ്രറി പ്രസിഡന്റ് ജോസഫ് കുര്യൻ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലളിത ചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ U അഷ്റഫ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് മെമ്പർ റിൻസി ജോയ്സ്, ലൈബ്രറി സെക്രട്ടറി ചാർലി മാത്യു, പോപ്പി എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.